നമസ്കാരം. പശ്ചിമ ബംഗാളിൽ കുറ്റവാളികളെ ഭയപ്പെടുത്തുന്നതിനും ക്രമസമാധാന പാലനത്തിൽ പൊതുജനങ്ങൾക്ക് വിശ്വാസം വളർത്തുന്നതിനുമായി നടപടികളുമായി പുതിയ BJP സർക്കാർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൗറയിലെ വിവിധ തെരുവുകളിലൂടെ പിടികൂടുന്ന കുറ്റവാളികളെ അർദ്ധനഗ്നരായി പോലീസ് നടത്തിക്കുകയാണ്. മെയ് 4-ന് ബംഗാളിൽ പുതിയ സർക്കാർ അധികാരമേറ്റതു മുതൽ അറസ്റ്റിലാകുന്ന പ്രധാന കുറ്റവാളികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം അവർ ഭീതി പരത്തി വാണ്ടിരുന്ന അതേ പ്രദേശങ്ങളിലൂടെ പരസ്യമായി കൊണ്ടുപോകുന്ന ശൈലി പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. മുൻപൊക്കെ ഈ ഗുണ്ടകളെ കാണുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഭയം നിറയുകയും പേടി കാരണം ബഹുമാനത്തോടെ കൈകൾ കൂപ്പിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കുറ്റവാളികൾ തെരുവിലൂടെ അപമാനിതരായി നടക്കുന്നത് നേരിട്ട് കണ്ടതോടെ പ്രദേശവാസികൾ ഒതുങ്ങിയ ശബ്ദത്തിലല്ലാതെ പരസ്യമായി തന്നെ ഇവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നോർത്ത് ഹൗറയിൽ ആ പ്രദേശത്തെ കുപ്രസിദ്ധ ഡോൺ എന്ന് വിളിക്കപ്പെടുന്ന ആകാശ് സിംഗിനെ തലമുണ്ഡനം ചെയ്ത് സ്ലീവ്ലെസ് വെസ്റ്റ് മാത്രം ധരിപ്പിച്ചാണ് പോലീസ് തെരുവിലൂടെ നടത്തിച്ചത്. ഈ മാസം തുടക്കത്തിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ബുധനാഴ്ച ഇയാൾ കുറ്റകൃത്യങ്ങൾ നടത്തിയിരുന്ന എല്ലാ പ്രദേശങ്ങളിലും പോലീസ് ഇയാളെ എത്തിച്ചു. ഇതിനിടയിൽ കുറ്റകൃത്യം നടന്ന സ്ഥലം പുനഃസൃഷ്ടിച്ച് പരിശോധിക്കുകയും ചെയ്തു. 2021-ലും അതിനുശേഷമുള്ള വർഷങ്ങളിലും നിരവധി ആക്രമണങ്ങളും ബോംബേറുകളും മറ്റ് ക്രിമിനൽ സംഭവങ്ങളും നടന്ന സ്ഥലങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ചു. സൗത്ത് ഹറയിലെ സംഗ്രയിൽ പ്രദേശത്ത് ഷഹീൻ മൊല്ല എന്നയാളെയും സമാനമായ രീതിയിൽ പോലീസ് പൊതുമധ്യത്തിൽ നടത്തിച്ചു. ലോക്കൽ MLA പ്രിയ പാലിന്റെ പേരിൽ വൻതോതിൽ പണം തട്ടിയതിനാണ് ട്രാഫിക് ഹോം ഗാർഡായിരുന്ന മൊല്ലയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നോർത്ത് സൗത്ത് ഹൗറയിലെ സംഭവങ്ങൾക്ക് പിന്നാലെ ഷിപ്പൂർ സ്റ്റേഷനിലെ പോലീസും സെൻട്രൽ ഹൗറയിലെ ചൗറ ബസ്തി പ്രദേശത്തിലൂടെ ഷമി മുഹമ്മദ് ബാഡെ എന്ന കുപ്രസിദ്ധ വ്യക്തിയെ ഇതേ രീതിയിൽ പരസ്യമായി നടത്തിച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഇയാൾ ആ വാർഡിലെ മുൻ കൗൺസിലറുടെ ഭർത്താവ് കൂടിയാണ്. ഈ കടുത്ത നടപടിയെ കുറ്റവാളികൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പായാണ് പോലീസ് കാണുന്നത്. പൊതുജനങ്ങൾക്കിടയിലെ ഭയം പൂർണ്ണമായും ഇല്ലാതാക്കുക, ആളുകൾക്ക് പേടിയില്ലാതെ ദൈനംദിന ജീവിതം നയിക്കാൻ സാഹചര്യമൊരുക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പോലീസിന്റെ പുതിയ ശൈലി കാരണം ആളുകൾക്ക് ധൈര്യം വന്നിട്ടുണ്ടെന്നും ഇപ്പോൾ ജനങ്ങൾ ഭയമില്ലാതെ പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളിലെത്തി ഈ ഗുണ്ടകൾക്കെതിരെ പരാതി നൽകാൻ മുന്നോട്ട് വരുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കുറ്റവാളികളെ ജനമധ്യത്തിലൂടെ പരസ്യമായി നടത്തിക്കുന്ന പോലീസിന്റെ പുതിയ ശൈലി പശ്ചിമ ബംഗാളിലെ ക്രമസമാധാന പരിപാലനത്തിൽ വലിയൊരു മാറ്റത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ക്രിമിനലുകളുടെ ഭീഷണി ഭയന്ന് കഴിഞ്ഞിരുന്ന സാധാരണ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ ഈ കടുത്ത നടപടികൾ സഹായിച്ചിട്ടുണ്ട്. ഗുണ്ടകളുടെ സ്വാധീന വലയം തകർന്നതോടെ കൂടുതൽ ആളുകൾ ഭയരഹിതരായി പരാതികളുമായി മുന്നോട്ട് വരുന്നത് പ്രദേശത്തെ കുറ്റകൃത്യങ്ങൾ വലിയ തോതിൽ കുറയ്ക്കാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നിരുന്നാലും കുറ്റവാളികളെ അപമാനിക്കുന്ന രീതിയിലുള്ള ഇത്തരം പരസ്യ പ്രകടനങ്ങൾ മനുഷ്യാവകാശ ലംഘനമാണെന്ന തരത്തിലുള്ള ചർച്ചകൾക്കും നിയമപരമായ ചോദ്യങ്ങൾക്കും ഇത് വഴി തുറന്നേക്കാം. ഭയരഹിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പോലീസിന്റെ ഈ കർശന നിലപാട് താൽക്കാലികമായി ഫലം കാണിക്കുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പൂർണ്ണമായ ശാന്തിയും ക്രമസമാധാനവും ഉറപ്പാക്കാൻ നിയമപരമായ വിചാരണകളും ശക്തമായ ശിക്ഷാ നടപടികളും തന്നെയാണ് പ്രധാനമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.